മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു ആനക്കാര്യം പറയാമെന്ന് വിചാരിച്ചാണ് വന്നത്. ഞാൻ ഡോക്ടർ മേരി ബാവൻ, റിട്ടയേർഡ് പ്രൊഫസർ. എന്തിനാണത് പറഞ്ഞതെന്നറിയാമോ? മണർകാട് സെൻറ്റ് മേരീസ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ലേഡി പ്രൊഫസേഴ്സ് എല്ലാവരും 3 മാസത്തിലൊരിക്കൽ എവിടെയെങ്കിലും ഒന്നിച്ചു കൂടും. ഒരു ഗെറ്റ് ടുഗദർ, ഒരു ഡേ ബ്രേക്ക്. ഞങ്ങൾ ഒരു 10-10:30 മണിക്ക് ആരംഭിച്ചാൽ ഞങ്ങളുടെ ഈ സംഗമം, സ്നേഹസംഗമം ഒരു 4-5 മണിയാകുമ്പോൾ തീർന്ന് സ്വന്തം ഭവനങ്ങളിലേക്ക് തിരികെ പോകും. അപ്പോൾ ഈ ജൂൺ മാസത്തിലെ ഞങ്ങളുടെ സംഗമം കോട്ടയത്തെ വിൻസർ കാസിലായിരുന്നു. അപ്പോൾ വിൻസർ കാസിലേക്ക് എല്ലാവരും 10-10:30 ആയപ്പോഴേക്കും എത്തി. 4 കെട്ട് 8 കെട്ട് എല്ലാം സന്ദർശിച്ച് ബോട്ടിങ്, അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഞങ്ങൾ 8 കെട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ റിട്ടയേർഡ് പ്രൊഫസറാണ്, പ്ലാന്റ് സയൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അങ്ങനെയാകുമ്പോൾ ഈ സയൻസ് ടീച്ചേഴ്സ്, പ്ലാന്റ് സയൻസ് ടീച്ചേഴ്സ്, ബോട്ടണി ടീച്ചേഴ്സ് എവിടെയെങ്കിലും പോകുമ്പം റെയറായിട്ടുള്ളതും ഇഷ്ടമുള്ളതും അങ്ങനെ എന്ത് കണ്ടാലും നമ്മൾ സസ്യങ്ങളെല്ലാം കാണാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോഴൊരു വലിയ പഴം, അതിനെയാണ് ഇതാണ് ആ പഴം. ഇത് കണ്ടോ, ഇതാണ് എലിഫൻ്റ് ആപ്പിൾ. വലിപ്പം കണ്ടോ, എൻ്റെ കൈക്കകത്ത് ഒതുങ്ങത്തില്ല. അതിങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ധാരാളം താഴെ വീണ് കിടക്കുന്നു. അപ്പോൾ ഞാനും ജിജി മിസ്സും ഇത് കണ്ട് ഉത്സുകരായി അത് ചെന്ന് പെറുക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഒരുപാടുണ്ട്. ഇതവിടെ അങ്ങനെ അവരാരും ഇത് ഉപയോഗിക്കുന്നില്ല. കാരണം ഈ എലിഫൻ്റ് ആപ്പിള് നമ്മുടെ ഒരു സാധാരണ ഭക്ഷണമല്ല. ഇത് ബംഗാളീസും ആസാമീസും അവരൊക്കെ ഇതിനൊരു പുളിയാണ്. ഇത് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, അതെല്ലാം ഞാൻ പറയാം. അങ്ങനെ ഇതാ 8 കെട്ടിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പെറുക്കിയതാണ്. അപ്പോൾ ഇതൊരു പ്രത്യേകത എന്താണെന്നറിയാം. ഇതൊരു ഫ്രൂട്ടാണെന്ന് സാധാരണ ജനങ്ങൾ പറയെങ്കിലും ആസ് എ ഡോക്ടറേറ്റ് ഇൻ ബോട്ടണി എനിക്കിതിൻ്റെ കൃത്യം കാര്യം പറഞ്ഞു തരേണ്ടതുണ്ട്. ഇത് കണ്ടോ, 1, 2, 3, 4, 5, ഈ 5 എണ്ണം ഒന്നിന് മുകളിലായിട്ട് കാണാം. ഇത് 5 സെപ്പൽസാണ്. ഈ സെപ്പൽസാണ് ഫ്രൂട്ടായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു റിയൽ ഫ്രൂട്ടല്ല, ഒരു ഫോൾസ് ഫ്രൂട്ട്, ഒരു കള്ളപ്പഴമാണ്. കള്ളപ്പഴമാണെന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇതൊരു പൂവല്ലേ, ഇതൊരു ശവനാറി പൂവാണ്, വിങ്കാ റോസിയയുടെ പൂവാണ്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗത്തിന് പെറ്റലെന്ന് പറയും. അതിൻ്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് കാണാമെന്നറിയാം, തീരെ ടെൻഡർ ഹെയേഴ്സായിട്ട് പച്ച നിറത്തിൽ കാണാം. ഇതിന് സെപ്പൽ എന്ന് പറയും. അപ്പോൾ ഇത് സെപ്പൽ, ഇത് പെറ്റൽ. പിന്നീട് ഇതിനകത്താണ് ഇതിൻ്റെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പല ഫ്ലവേഴ്സിനും ഇതുപോലെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം പുറത്ത് കാണാം, പക്ഷേ ഇതിൻ്റെ ഇത് അകത്താണ്. അപ്പോൾ ഇവിടെ ഈ ഗൈനീഷ്യം, സെപ്പൽ, പെറ്റൽ, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഏറ്റവും അകത്തുള്ള ഭാഗമാണ് ഗൈനീഷ്യം. അതാണ് അതിൻ്റെ ഫീമെയിൽ പാർട്ട്. അതിൽ നിന്നാണ് ഫ്രൂട്ട്സും സീഡ്സും ഉണ്ടാവേണ്ടത്. പക്ഷേ ഈ ആനപ്പഴം എന്ത് ചെയ്തെന്നറിയാവോ? ഇത് സെപ്പൽസാണ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ ഏറ്റവും പുറത്തെ ആ ചെറിയ ഭാഗം അതങ്ങ് ഫ്രൂട്ടായിട്ട് ഫോം ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് കള്ളപ്പഴം എന്ന് പറയുന്നത്. ഇതെല്ലാം സെപ്പൽസാണ്. ഇത് ഗൈനീഷ്യത്തിൽ നിന്നുണ്ടായാലേ അത് ഫ്രൂട്ടായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഈ ഫ്രൂട്ട് ഞാൻ കട്ട് ചെയ്തു, കണ്ടോ, ഇതാണ് സെപ്പൽ, ഇതാണ് അതിൻ്റെ അകത്തെ ഫ്രൂട്ട്. ഇത് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നതുണ്ടോ. അപ്പോൾ ഇതൊരു സെപ്പലാണ്, അല്ല ഒന്നല്ല 2 സെപ്പൽ ജോയിൻ ചെയ്തതാണ്. 3 എണ്ണം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ അകത്തുള്ളതാണ് ഫ്രൂട്ട്. അതിന് പകരം ഇത് ഫ്രൂട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ കള്ളപ്പൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കള്ളപ്പഴമാണ്. ആപ്പിൾ പൊതുവേ ഫോൾസ് ഫ്രൂട്ടാണ്. എല്ലാ ആപ്പിളും ഫോൾസ് ഫ്രൂട്ടാണ്. അപ്പോൾ ആന ആപ്പിളും ഫോൾസ് ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ ആ 8 കെട്ടിൻ്റെ അവിടെ നിൽക്കുന്ന ആ വലിയ മരത്തിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉപകാരങ്ങളും ഉപയോഗങ്ങളും പറഞ്ഞു തരാം. ഇത് ഒരുപാട് നല്ലതാണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറില്ലെന്നേ ഉള്ളൂ. യൂസ് ചെയ്യുന്നവർക്കിത് ഒത്തിരി നല്ലതാണ്. ഇതാണ് എലിഫൻ്റ് ആപ്പിൾ, കോരപ്പഴം, വാളപ്പഴം, റിപ്പൻ പഴം എന്നൊക്കെ ഇതിന് സാധാരണ പറയാറുണ്ട്. ഇത് ആനകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ടേസ്റ്റ് ആനകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇതിനെ ആനപ്പഴം അല്ലെങ്കിൽ ആന ആപ്പിൾ എന്നൊക്കെ വിളിക്കുന്നത്. ഈ മരം ധാരാളമായി പശ്ചിമ ബംഗാളിൽ, ശ്രീലങ്കയിൽ, ആസാമിലൊക്കെയാണ് സാധാരണ വളരുന്നത്. അതിന് വിപരീതമായിട്ട് വിൻസർ കാസിലിൽ അവർ 8 കെട്ടിനകത്ത് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ മരമാണ്. അതിൽ നിന്ന് ധാരാളം പഴങ്ങൾ താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ ഈ താഴെ കിടക്കുന്ന
ഈ പഴമൊക്കെ പെറുക്കിയെടുത്ത് നോക്കിയപ്പോഴാണ് ഇതെന്താണെന്ന് മനസ്സിലായത്. ഈ പഴത്തിന് നല്ല പുളിയാണ്, പിന്നെ ഒരു ചെറിയ മധുരമുണ്ട്. അതുകൊണ്ട് ഇത് മീൻ കറിയിലൊക്കെ ബംഗാളീസും ആസാമീസും ഇടുന്നുണ്ട്. നമ്മളത് സാധാരണ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് പിക്കിളിടാനും സാലഡ് ഉണ്ടാക്കാനും ചമ്മന്തി ഉണ്ടാക്കാനും നല്ലതായിട്ടാണ് അവരുപയോഗിക്കുന്നത്. അതിനകത്ത് ധാരാളം വൈറ്റമിൻ സി ഉണ്ട്, അയൺ ഉണ്ട്. പിന്നെ ഇതിന് 2-3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഡൈജഷന് സഹായിക്കും ഇത്. അപ്പോൾ ഡൈജഷൻ പ്രോബ്ലം ഉള്ളവരൊക്കെ ഇത് കഴിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നീട് ഇതിൻ്റെ തോടിന് നല്ല കട്ടിയാണ്. അതുകൊണ്ട് ആണ് ഇത് സാധാരണ ജീവികൾക്കൊക്കെ കടിച്ച് തിന്നാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആന പക്ഷേ വളരെ എളുപ്പത്തിലിത് കടിച്ച് തിന്നും. ഡിലീനിയ ഇൻഡിക്ക എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഡിലീനേസിയ ഫാമിലിയിലെ ഒരു പ്ലാന്റാണ്. ഇത് വനത്തിലൊക്കെ എപ്പോഴും എവർഗ്രീനായിട്ട് വളർന്നു നിൽക്കുന്നതാണ്. ഇവിടെ വിൻസർ കാസലിൽ ഒരു നല്ല പൊക്കമുണ്ട്, ഒരു വലിയൊരു മരം തന്നെയാണ്. അതിൻ്റെ ചുവട്ടിൽ ധാരാളം ഫ്രൂട്ട്സ് വീണ് കിടപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഒരു റിയൽ ഫ്രൂട്ടല്ല, ഫോൾസ് ഫ്രൂട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൽ പുറത്തുള്ള സെപ്പല്, പെറ്റല്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അങ്ങനെയാണ് പ്ലാന്റിൻ്റെ പാർട്സ്. അതിനകത്ത് ഇതിൻ്റെ സെപ്പലാണ്, ഓവർലാപ്പിംഗ് സെപ്പൽസാണ് ദേ ഈ കാണുന്നത്. ഇത് ഓവർലാപ്പിംഗ് സെപ്പൽസാണ്. കണ്ടോ, ഇതൊരു സെപ്പൽ, അങ്ങനെ ഇതൊരു സെപ്പലാണ് ഈ പൊളിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സെപ്പൽസ് ഇതിനെ കവർ ചെയ്താണ് ഇരിക്കുന്നത്. ഈ സെപ്പൽസിനകത്താണ്, ഇതാണ് അതിൻ്റെ ഫ്രൂട്ട്. അപ്പോൾ ആ ഫ്രൂട്ടല്ല, ശരിക്കും ഇതിൻ്റെ സെപ്പൽസാണ് എഡിബിൾ. അതുകൊണ്ടാണ് ഇത് ഫോൾസ് ഫ്രൂട്ട് അല്ലെങ്കിൽ കള്ളപ്പഴം എന്ന് പറയുന്നത്. കള്ളനാണ് ഇത്. ഗൈനീഷ്യത്തിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ട്സിനെയാണ് റിയൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അല്ലാതെ സെപ്പലോ പെറ്റലോ ആൻഡ്രീഷ്യോ ആ ഭാഗങ്ങൾ ഫ്രൂട്ടായി തീർന്നാൽ അതൊരു കള്ളനാണ്, അതായത് ഫോൾസ് ഫ്രൂട്ടാണ്. അപ്പോൾ ഇതൊരു ഫോൾസ് ഫ്രൂട്ടിൻ്റെ കൂട്ടത്തിൽ പെടുത്താം. ആപ്പിൾ തന്നെ ഒരു ഫോൾസ് ഫ്രൂട്ടാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ എലിഫൻ്റ് ആപ്പിളും അതേ വിഭാഗത്തിൽ തന്നെ വരുന്നു. പിന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന നല്ല ഡിഷസ് ഉണ്ട്. നമ്മളല്ല, അത് ആസാമീസും തെലുങ്കിലുള്ളവരൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ വിൻസർ കാസിലിൽ ജോലിക്ക് വരുന്ന ആസാമീസ് ഈ ഫ്രൂട്ട് പെറുക്കിക്കൊണ്ട് പോകും. എന്നിട്ട് ഇതിൻ്റെ ഈ സെപ്പലുണ്ടല്ലോ, ഈ സെപ്പൽ അതായത് ഫോൾസ് ഫ്രൂട്ടിൻ്റെ സെപ്പൽ, ഈ കവർ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിനാണ് സെപ്പലെന്ന് പറയുന്നത്. ഈ സെപ്പലല്ല ഫ്രൂട്ട് ആകേണ്ടത്, അതുകൊണ്ടാണ് ഫോൾസ് ഫ്രൂട്ടെന്ന് പറയുന്നത്. ഈ സെപ്പല് അവർ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യും. ഇതെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് അത് നമ്മൾ മാങ്ങ അച്ചാറിടുന്ന പോലെ തന്നെ അച്ചാറിടാം. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചിലപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടി വരും, കാരണം ഇച്ചിരി കട്ട് ചെയ്ത്. ഇതിന് ഫ്രൂട്ട് ട്രീ വിൻസർ കാസിലിലെ 8കെട്ടിൻ്റെ എൻട്രൻസിൽ നിൽക്കുന്നതാണ്. വലിയ ഒരു പഴം, അതിന് പുളിയുടെ രുചിയാണ്. മരത്തിൻ്റെ പേരാണ് എലിഫൻറ്റ് ഫ്രൂട്ട് ട്രീ.